നമസ്കാരം, വെൽക്കം ടു യൂക്ലിഡ്സ് PSC. ഇന്നത്തെ ക്ലാസ്സിൽ പ്രവൃത്തി, ഊർജ്ജം, പവർ എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. 1-2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലുള്ളത് SCRT എന്നുള്ള പോയിൻറ്റ്സ് ഉള്ളത്. ഈ ക്ലാസ്സിൽ നിന്നല്ല, നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും SCRTയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനി SCRT പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ബുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ക്ലാസ്സിൽ തന്നെ അല്ലാണ്ട് ഇത് നോട്ട് എഴുതി വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതെല്ലാം? ഒന്നാമത്തത്, വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്നു. അടുത്തത് ഫാനാണ്, അത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കുന്നു. അടുത്തത് ഇസ്തിരിപ്പെട്ടി വൈദ്യുതോർജ്ജം താപോർജ്ജമാക്കുന്നു. അടുത്തത് വൈദ്യുത ബൾബ് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ശരിയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഊർജ്ജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ വൈദ്യുത ജനറേറ്റർ എന്താ ചെയ്യുന്നത്? യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു. അതുപോലെ ഫാന് വൈദ്യുതോർജ്ജം എന്ത് ചെയ്യുന്നു? യാന്ത്രികോർജ്ജമാക്കുന്നു. അടുത്ത ഇസ്തിരിപ്പെട്ടിയാണ്, ഇത് വൈദ്യുതോർജ്ജം എന്ത് ചെയ്യുന്നു? താപോർജ്ജമാക്കുന്നു. ഇനി വൈദ്യുത ബൾബാണ്, വൈദ്യുത ബൾബ് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാക്കുന്നു. അതുപോലെ തന്നെ ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയൂ. ഇതാണ് ഊർജ സംരക്ഷണ നിയമം. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ പവറുമായി ബന്ധപ്പെട്ട ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തത്, യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. അടുത്തത്, പവർ ഇസിക്കൽ ടു പ്രവൃത്തി ബൈ സമയം അഥവാ P ഇസിക്കൽ ടു W/T. അടുത്തത്, പവറിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ സെക്കൻഡ്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. അപ്പോൾ എന്താണ് പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അല്ലെങ്കിൽ എന്താ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ പവർ കാണാനുള്ള ഇക്വേഷനാണ് പ്രവൃത്തി ബൈ സമയം. പവർ കാണാനുള്ള ഇക്വേഷൻ പ്രവൃത്തി ബൈ സമയം, P ഇസിക്കൽ ടു W/T. അപ്പോൾ ഈ ഒരു ഇക്വേഷനൊക്കെ നോക്കി വയ്ക്കുക. P ഇസിക്കൽ ടു W/T. അതുപോലെ പവറിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ സെക്കൻഡ്. പവറിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ പവർ കാണുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു, പ്രവൃത്തി ബൈ സമയമാണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്, സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. അങ്ങനെ പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡായി. അതുപോലെ തന്നെ ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ. ജെയിംസ് വാട്ടിൻ്റെ സ്മരണാർത്ഥം പവറിൻ്റെ SI യൂണിറ്റ് വാട്ട് എന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ സൂചകം W ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചു വയ്ക്കുക. ഒരു സെക്കൻഡിൽ ചെയ്ത പ്രവൃത്തിയാണ് പവർ. അതുപോലെ തന്നെ പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിൻ്റെ SI യൂണിറ്റാണ് വാട്ട്. അപ്പോൾ ഈ ഒരു SI യൂണിറ്റ് എന്നുള്ളത് നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. പവറിൻ്റെ SI യൂണിറ്റ് വാട്ടാണ്, പക്ഷേ പവറിന് മറ്റൊരു യൂണിറ്റ് കൂടി ഉണ്ട്, അതാണ് ജൂൾ പെർ സെക്കൻഡ്. അതുപോലെ തന്നെ മറ്റൊരു പോയിൻ്റാണ്, ഉയർന്ന അളവുകൾ പ്രതിപാദിക്കുമ്പോൾ കിലോ വാട്ട്, മെഗാ വാട്ട് എന്നിവയും ഉപയോഗിക്കാറുണ്ട്. ഉയർന്ന അളവുകൾ പ്രതിപാദിക്കുമ്പോൾ എന്ത് ചെയ്യും? കിലോ വാട്ട്, മെഗാ വാട്ട് എന്നിവയും ഉപയോഗിക്കാറുണ്ട്. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ വാട്ടാണ്. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ വാട്ടാണ്. അതായത് 1000 വാട്ട് എന്ന് പറയും. 1000 വാട്ടാണ് 1 കിലോ വാട്ട്. അതുപോലെ തന്നെ 1 മെഗാ വാട്ട്. 1 മെഗാ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോ വാട്ടാണ്. അതായത് 10⁻6 വാട്ട് എന്ന് പറയും. അതായത് 10 ലക്ഷം വാട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. 1 കിലോ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വാട്ടാണ്. അതായത് 10⁻³ വാട്ട്. അടുത്തത് 1 മെഗാ വാട്ടാണ്. 1 മെഗാ വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കിലോ വാട്ടാണ് 1 മെഗാ വാട്ട്. 1000 കിലോ വാട്ടാണ് 1 മെഗാ വാട്ട്. അതിനെ 10⁻6 വാട്ട് എന്ന് പറയും, അല്ലെങ്കിൽ 10 ലക്ഷം വാട്ട് എന്ന് പറയും. അപ്പോൾ അതും പഠിച്ചു വയ്ക്കുക. നമ്മുടെ സിലബസിൽ അളവുകൾ യൂണിറ്റുകൾ എന്നൊരു ടോപ്പിക് ഉണ്ട്. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണിത്. അതുകൊണ്ട് നന്നായി തന്നെ ഇത് പഠിച്ചു വയ്ക്കുക.
അടുത്തതാണ് വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിലും സൂചിപ്പിക്കാറുണ്ട്. ഒരു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ടാണ്. ഒരു എച്ച് പി പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ടാണ്. ഇത് എഴുതി വയ്ക്കുക. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഇനിയും ചോദിക്കും. ഒരു എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746 വാട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പവറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നന്നായി തന്നെ മനസ്സിലാക്കി വെച്ച് പഠിക്കുക. അടുത്തത് നമുക്ക് ജെയിംസ് വാട്ടിനെ കുറിച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്: 1764 ഉണ്ടായിരുന്ന ന്യൂകോമൻ എൻജിൻ റിപ്പയർ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് ഗുണമേന്മയുള്ള ആവി യന്ത്രത്തിൻ്റെ നിർമ്മാണം സാധ്യമാക്കി. ഖനികളിൽ മാത്രം പരിമിതമായി ഉപയോഗിച്ചിരുന്ന ആവി യന്ത്രത്തിൻ്റെ ഉപയോഗ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് കാരണമാവുകയും ചെയ്തതിനാലാണ് യൂറോപ്പിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവത്തിന് സഹായിച്ച ശാസ്ത്രജ്ഞനായി ജെയിംസ് വാട്ടിനെ പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് ഒന്നേ ഉള്ളൂ, ആവിയന്ത്രം കണ്ടെത്തിയത് ജെയിംസ് വാട്ടാണ്. ആവിയന്ത്രം കണ്ടെത്തിയത് ജെയിംസ് വാട്ടാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവയിൽ സദിശ അളവ് ഏത്? അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഉണ്ട്: പ്രവൃത്തി, പവർ, ഊർജം, ആക്കം എന്നിവ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സദിശ അളവ് ആക്കമാണ്. അപ്പോൾ എന്താണ് സദിശ അളവ്, എന്താണ് അതിശ അളവ് എന്നുള്ളതൊക്കെ നമ്മൾ വേറൊരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ വേറൊരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പ്രവൃത്തി, പവർ, ഊർജം എന്നിവ അതിശ അളവുകളാണ്. ആക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സദിശ അളവുകളാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ: വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എത്ര മടങ്ങാവും? ഓപ്ഷൻ ഉണ്ട്: 2 മടങ്ങാവും, പകുതിയാവും, 4 മടങ്ങാവും, 4/1 ഉത്തരം വരുന്നത് 4 മടങ്ങാവും എന്നതാണ്. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാവും. അത് പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എത്ര മടങ്ങാവും? 4 മടങ്ങാവും. ഓക്കെ, അടുത്തൊരു ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഒരുപാട് ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. W=F/S, W=S/F, W=P/T, W=P/T. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് W=P/T ആണ്. അപ്പോൾ ഈ ഒരു ഉത്തരം നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊക്കെ അറിയാം പവർ കാണാനുള്ള ഇക്വേഷനാണ് വർക്ക് ബൈ ടൈം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് വർക്ക് കാണാൻ പറ്റും നോക്കാം. അപ്പോൾ ഈ ഡബ്ല്യൂനെ പുറത്തെടുക്കുക, അതുപോലെ പീനെ അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് സംഭവിക്കുക? അപ്പോൾ നമുക്ക് കിട്ടും W=P/T എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് W=P/T എന്ന് നമുക്ക് കിട്ടിയത്. അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവേത്? ഓപ്ഷൻ എങ്ങനെയാണ്: പവർ, ഊർജം, ബലം, സ്ഥാനാന്തരം. അതായത് ചോദ്യത്തിൽ എങ്ങനെയാണ് പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവേത്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? അത് ജൂളാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ് ജൂൾ യൂണിറ്റ് ആയിട്ടുള്ളത്? ഊർജ്ജമാണ്. പ്രവൃത്തിയുടെയും ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് ജൂളാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. ചുവടെ നൽകിയ ജോഡികളിൽ രണ്ടും അതിശ അളവുകളായ ഏതായിരിക്കും? ഓപ്ഷൻ എങ്ങനെയാണ്: സമയവും ഊർജവും, വേഗവും ത്വരണവും, ബലവും പവറും, സ്ഥാനാന്തരവും പ്രവേഗവും. അപ്പോൾ ഇതിൽ ഏതാണ് അതിശ അളവുകൾ ജോഡികളായിട്ടുള്ളത്? അപ്പോൾ ഇവിടെ നമുക്കറിയാം സമയം ഒരു അതിശ അളവാണ്, ഊർജം ഒരു അതിശ അളവാണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. വേഗവും ത്വരണം എന്ന് പറയുമ്പോൾ വേഗം ഒരു അതിശ അളവാണ്, ത്വരണം ഒരു സദിശ അളവാണ്. അപ്പോൾ അതിശ അളവ് എന്താ, സദിശ അളവ് എന്താന്നുള്ളത് പറഞ്ഞതാണ് ഒരു ക്ലാസ്സിൽ. പക്ഷെ ഒന്നുകൂടി പറയാം. അതിശ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകളാണ്. സദിശ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവ് പറയുമ്പോൾ ദിശ പ്രസ്താവിക്കുന്നതാണ് സദിശ അളവ്. ബലവും പവറും, ബലം പറയുമ്പോൾ അതൊരു സദിശ അളവാണ്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിശ അളവാണ്. ഇനി സ്ഥാനാന്തരവും പ്രവേഗവും, സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്, പ്രവേഗവും ഒരു സദിശ അളവാണ്. അപ്പോൾ ഇവിടെ ഉത്തരം നമ്മൾ പറഞ്ഞത് സമയവും ഊർജ്ജമാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാണ്? അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ബൈ
സെക്കൻഡ് ക്യൂബ് എന്നാണ്. അപ്പോൾ ഇവിടെ ഉത്തരം എങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പവർ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഈ പവർ കാണാനുള്ള ഇക്വേഷനാണ് W/T, അതായത് വർക്ക് ബൈ ടൈം. ഈ വർക്ക് ബൈ ടൈമിലെ വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം. അപ്പോൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? W=F×S. അതായത് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലമാണ്, ഫോഴ്സ്. എസ് എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരമാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ അതിന് നമുക്ക് അങ്ങനെ എഴുതാം, F×S/T. അപ്പോൾ ഈ ഒരു T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു T ആണ്. ഈ W-നെയാണ് നമ്മൾ F×S എന്ന് എഴുതിയിട്ടുള്ളത്. ഇനി അതിന് നമുക്ക് വീണ്ടും ഇക്വേഷൻ ആക്കി എഴുതണം. അതിന് എഫിനെ നമുക്ക് ഇക്വേഷൻ ആക്കാം. അതായത് എഫിന് കാണാനുള്ള ഇക്വേഷനാണ്, എഫ് എന്ന് പറഞ്ഞ ബലമാണ്, അതിൻ്റെ ഇക്വേഷനാണ് MA. F=MA. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസാണ്, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ എഫിനെ നമ്മൾ MA എന്നാക്കി എഴുതി. ഇവിടെ കാണുന്ന എഫിനെ നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഈ ടീനെ നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ യൂണിറ്റുകൾ എഴുതണം. അതിങ്ങനെയാണ്. എം എന്ന് പറഞ്ഞാൽ മാസാണ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാമാണ്. ഇനി ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്വരണമാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി എന്ത് ചെയ്യണം? ഇവിടെ സ്ഥാനാന്തരമാണെന്ന് പറഞ്ഞു. ഈ സ്ഥാനാന്തരത്തെ യൂണിറ്റാണ് മീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ T കാണാണ്ട്, ഈ Tയുടെ യൂണിറ്റാണ് S, സെക്കൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ യൂണിറ്റുകളൊക്കെ എഴുതി. ഇനി അതിനെ നമുക്കൊന്ന് ചുരുക്കി എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ ഈ മീറ്റർ/സെക്കൻഡ് സ്ക്വയറിനെ ഇതിന് തമ്മിൽ ഗുണിക്കുമ്പോൾ ഈ എമ്മും എമ്മും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആയിട്ട് മാറും. ഇനി ഈ എസ്സിനെയും ഈ S സ്ക്വയറിനെയും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ അത് S³ മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കിലോഗ്രാം മീറ്റർ സ്ക്വയർ ബൈ S³ എന്ന് കിട്ടും. അങ്ങനെയാണ് ഈ ഒരു ഉത്തരം കിട്ടിയത്. അപ്പോൾ ഈ ഉത്തരം കിട്ടിയ വഴിയൊന്നും ശരിക്കും പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അവിടെ ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി വേറെ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അത് നോക്കാം. കത്തുമ്പോൾ താപം ധാരാളമായി പുറത്തുവിടുന്നതാണ് ഇന്ധനങ്ങൾ. ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത് ഊർജൻ്റെ സഹായത്താലാണ്. അപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കുക. കത്തുമ്പോൾ താപം ധാരാളമായി പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങൾ. അപ്പോൾ എന്താണ് ഇന്ധനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, കത്തുമ്പോൾ താപം ധാരാളമായി പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങൾ. ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത് ഓക്സിജൻ്റെ സഹായത്താലാണ്. ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത് ഓക്സിജൻ്റെ സഹായത്താലാണ്. ഈ പോയിന്റ് പഠിച്ചു വയ്ക്കുക. അടുത്തത്, ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീക്ഷണമായി പ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം CO2 നീരാവിയും ഉണ്ടാകുന്നതാണ് പൂർണ്ണജ്വലനം. അപ്പോൾ എന്താണ് പൂർണ്ണജ്വലനം? ഇന്ധനങ്ങൾ പൊതുവായി ഓക്സിജനുമായി തീക്ഷണമായി പ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം CO2 നീരാവിയും ഉണ്ടാകുന്നു. ഇതാണ് പൂർണ്ണജ്വലനം. ഇനി അടുത്തതാണ്, ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കുന്നില്ലെങ്കിൽ ജ്വലനത്തിൻ്റെ തോത് കുറയുകയും ഓക്സിജൻ്റെ അളവ് കുറവായാൽ കൂടുതൽ കാർബൺ മോണോക്സൈഡും കരിയും കുറഞ്ഞ അളവിൽ CO2 ഉണ്ടാകും. ഇതാണ് ഭാഗിക ജ്വലനം. അപ്പോൾ എന്താണ് ഭാഗിക ജ്വലനം? ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിച്ചിട്ടില്ലെങ്കിൽ ജ്വലനത്തിൻ്റെ തോത് കുറയും. അങ്ങനെ ഓക്സിജൻ്റെ അളവ് കുറവായാൽ കൂടുതൽ കാർബൺ മോണോക്സൈഡും അതുപോലെ കരിയും കുറഞ്ഞ അളവിൽ CO2 ഉണ്ടാകും. അപ്പോൾ എങ്ങനെ പറഞ്ഞത്? ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, കരി ഉണ്ടാവും, കുറഞ്ഞ അളവിൽ CO2 ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ജ്വലനമാണ് ഭാഗിക ജ്വലനം. അപ്പോൾ ഇവിടെ ഇതും ശ്രദ്ധിച്ച് വയ്ക്കുക, ഇത് ആവശ്യമുള്ളതാണ്. ഓക്സിജൻ്റെ അഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ജ്വലനം നടക്കുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും, അതുപോലെ കരി ഉണ്ടായിരിക്കും, കുറഞ്ഞ അളവിൽ CO2 ഉണ്ടാവും. അപ്പോൾ ഇത് പോയിന്റ് പഠിച്ചു വയ്ക്കുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഭാഗിക ജ്വലനം, എന്താണ് പൂർണ്ണജ്വലനം, എന്താണ് ഇന്ധനം എന്നുള്ളതൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നോക്കേണ്ടതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ലക്ഷക്കണക്കിന് വർഷം മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലും മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതങ്ങൾ എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇവ ഉപയോഗിച്ച് തീരുന്നതനുസരിച്ച് പുനരുൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതിനാൽ ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിക്കുക. ലക്ഷക്കണക്കിന് വർഷം മുമ്പ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജന്തുക്കളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത മർദ്ദത്തിലും ഉന്നത താപനിലയിലും രൂപാന്തരം പ്രാപിച്ചുണ്ടാകുന്നതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ശ്രദ്ധിച്ചു വയ്ക്കുക. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവ ഫോസിൽ ഇന്ധനങ്ങളാണ്.
ഇത് ഉപയോഗിച്ച് തീർന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ പുനരുൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നന്നായി തന്നെ മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കൽക്കരിയുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? ഒന്നാമത്തത്, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കൽക്കരിയാണ്. അടുത്തത്, കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. അടുത്തത്, കൽക്കരിയിൽ അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അടുത്തത്, കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇവിടെ എന്താ പറയുന്നത്, കൽക്കരിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. കൽക്കരിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ്, ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൽക്കരിയാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൽക്കരിയാണെന്ന് മനസ്സിലാക്കുക. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബണാണ്. കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ് കോൾ, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ 4ആയി തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, ശ്രദ്ധിച്ചു വയ്ക്കുക, കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ, അതായത് വായുവില്ലാതെ സ്വേദനം ചെയ്താൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത്, പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ CNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്നറിയപ്പെടുന്ന LNG എന്നിവയും നിർമ്മിക്കുന്നത്. അടുത്തത്, ഇവയിലെ പ്രധാന ഘടകം മീഥേനാണ്. അടുത്തൊരു പ്രസ്താവന, ഇവ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ഉപയോഗിക്കുന്നു. അടുത്തൊരു പ്രസ്താവന, പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്നതാണ് LNGയുടെ പ്രാധാന്യം. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനിലൂടെ വിതരണം ചെയ്യാനും കഴിയും. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് CNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ആ ഒരു ഫുൾ ഫോം ഒന്ന് പഠിച്ചു വയ്ക്കുക. CNG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അടുത്തൊരു ഗ്യാസാണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, അതായത് LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അപ്പോൾ ഇത് പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകമാണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത പോയിൻ്റാണ്, ഈ രണ്ട് വാതകങ്ങളിലും പ്രധാന ഘടകം മീഥേനാണ്. അതായത് CNG ആയാലും LNG ആയാലും അതിലെ പ്രധാന ഘടകം മീഥേനാണ്. മീഥേൻ അതൊക്കെ എഴുതി വെച്ച് പഠിച്ചോളാം. അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മാറിപ്പോകും. അതുപോലെ തന്നെ ഇവ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. അതായത് CNGയും LNGയും ഒക്കെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്, വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്നതാണ് LNGയുടെ പ്രാധാന്യം. അപ്പോൾ ഇവിടെ LNGയെ കുറിച്ചാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞതിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ LNG ആണ്, LPG അല്ല. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായി ദൂരസ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്നതാണ് LNGയുടെ പ്രാധാന്യം. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനിലൂടെ വിതരണം ചെയ്യാനും കഴിയും. അപ്പോൾ ഈ പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ എഴുതി വെച്ച് പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് LPGയുടെ പൂർണ്ണരൂപം. അടുത്തത്, പെട്രോളിയത്തെ ആംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണിത്. അടുത്തത്, ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി ഈഥെയ്ൻ മെർക്കാപ്റ്റൈൻ കലർത്തുന്നത് കൊണ്ടാണ് അതിന് മണമുണ്ടാകുന്നത്. അടുത്ത പ്രസ്താവന, LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈൻ ആണ്. അപ്പോൾ ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്.
അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് LNG CNG ആണ്, അവിടെ നാച്ചുറൽ ഗ്യാസ് ആണ്. ഇവിടെ പറയുന്നത് LPG ആണ്. LPG എന്ന് പറയുമ്പോൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. LPGയുടെ പൂർണ്ണരൂപമാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ അംശിക സ്വേദനം, പെട്രോളിയത്തെ അംശിക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് ഈ LPG. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. അംശിക സ്വേദനം നടത്തുമ്പോഴാണ് നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് എന്തെന്ന് പറയുക LPG. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി ഈഥെയ്ൻ മെർക്കാപ്റ്റൈൻ ചേർക്കുന്നു. മീഥെയ്ൻ അല്ല, ഈഥെയ്ൻ മെർക്കാപ്റ്റൈൻ. അത് എഴുതി വെച്ചതിന് പഠിക്കുക, ഇല്ലെങ്കിൽ മാറിപ്പോകും. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി ഈഥെയ്ൻ മെർക്കാപ്റ്റൈൻ ചേർക്കുന്നു. അതുപോലെ തന്നെ LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈനാണ്. LPGയിലെ മുഖ്യ ഘടകം ബ്യൂട്ടൈനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ആ നാച്ചുറൽ ഗ്യാസസ്, അതിലെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് മീഥെയ്ൻ ആയിരുന്നു. ഇവിടെ ബ്യൂട്ടൈനാണ്. LPGയിൽ ബ്യൂട്ടൈൻ, നാച്ചുറൽ ഗ്യാസിലാണെങ്കിൽ മീഥെയ്ൻ. അപ്പോൾ അത് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട പോയിൻ്റാണ്, അത് നോക്കാം. LPGയുടെ മണം അനുഭവപ്പെട്ടാൽ ചുരുങ്ങിയത് 3% LPG അന്തരീക്ഷ വായുവിൽ ഉണ്ടെന്നർത്ഥം. വായുവിലെ LPGയുടെ 2% സാന്നിധ്യം പോലും തീപിടുത്തത്തിന് കാരണമാവാം. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. LPG വാതകത്തിൻ്റെ മണം അനുഭവപ്പെട്ടാൽ വൈദ്യുത സ്വിച്ചുകൾ ഓണാക്കുകയോ ഓഫ് ചെയ്യുകയോ അരുത്. LPG ചോർച്ചയുണ്ടായി തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ തീയുടെ ചൂട് മൂലം സിലിണ്ടർ ടാങ്ക് ചൂടാകുകയും ദ്രാവക LPG വാതകമാവുകയും ഉള്ളിലെ മർദ്ദം അധികരിക്കുകയും ചെയ്യും. വാതക LPGയുടെ വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങാണ്. LPG വാതകമാകുമ്പോൾ ആ വാതകത്തെ സിലിണ്ടറിന് അഥവാ കണ്ടെയ്നറിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായി വളർന്ന് ഉഗ്ര സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. ഇത് ബ്ലെവി എന്നറിയപ്പെടുന്നു. ബ്ലെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക, ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. LPGയുടെ മണം അനുഭവപ്പെട്ടാൽ ചുരുങ്ങിയത് 3% LPG അന്തരീക്ഷ വായുവിലുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, 3% LPG അന്തരീക്ഷ വായുവിലുണ്ടെങ്കിലാണ് നമുക്ക് മണം അനുഭവപ്പെടുക. അതൊരു പോയിന്റ്. അടുത്തൊരു പോയിന്റ്, വായുവിലെ LPGയുടെ 2% സാന്നിധ്യം പോലും തീപിടുത്തത്തിന് കാരണമാകാം. അപ്പോൾ എത്ര ശതമാനം LPGയുടെ സാന്നിധ്യം തീപിടുത്തത്തിന് കാരണമാകും? 2%. അപ്പോൾ ഇവിടെ ഈ ഒരു വാല്യൂ മാറാതെ പഠിച്ചു വയ്ക്കുക. 2% സാന്നിധ്യം, അതായത് LPGയുടെ 2% സാന്നിധ്യം വായുവിലുണ്ടെങ്കിൽ അത് തീപിടുത്തത്തിന് കാരണമാകും. 3% സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മണം അനുഭവപ്പെടുള്ളൂ. അപ്പോൾ അത് മാറാതെ പഠിച്ചു വയ്ക്കുക. അതുപോലെ അടുത്തൊരു പോയിൻ്റാണ്, LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ LPG പടർന്നു കഴിഞ്ഞാൽ അത് നിലത്തിനോട് അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ LPG ചോർച്ച ഉണ്ടായി തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ തീയുടെ ചൂട് മൂലം സിലിണ്ടർ ടാങ്ക് ചൂടാവുകയും ദ്രാവക LPG വാതകമാവുകയും ഉള്ളിലെ മർദ്ദം അധികരിക്കുകയും ചെയ്യും. വാതക LPGയുടെ വികസനത്തിനുള്ള കഴിവ് 250 മടങ്ങാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കുക, LPGയുടെ വികസിക്കാനുള്ള കഴിവ് 250 മടങ്ങാണ്. ചോദിച്ചിട്ടുള്ളതാണ്, അതൊക്കെ പഠിച്ചു വയ്ക്കുക, എഴുതി വയ്ക്കുക. LPG വാതകമാകുമ്പോൾ ആ വാതകത്തെ സിലിണ്ടറിന് അഥവാ കണ്ടെയ്നറിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരികയും മർദ്ദം ക്രമാതീതമായി ഉയർന്ന് ഉഗ്രസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. ഇതിന് ബ്ലെവി എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ബ്ലെവി എന്ന് പഠിച്ചു വയ്ക്കുക. ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ എഴുതി വെച്ച് തന്നെ പഠിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതാണ്, ഗാർഹിക ആവശ്യങ്ങൾക്ക് ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുടെ കാലാവധി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തായി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണമായി A24 എന്നാണെങ്കിൽ A എന്ന് സൂചിപ്പിക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെ എന്നും 24 എന്നത് വർഷത്തെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ 2024 എന്ന് പറയുമ്പോൾ 2024 സൂചിപ്പിക്കുന്നത്. ഈ സിലിണ്ടർ 2024 മാർച്ച് വരെ കാലാവധി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാം. B എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അത് ഏപ്രിൽ മുതൽ ജൂൺ വരെയും, C ആണെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും, D ആണെങ്കിൽ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയും ഉപയോഗിക്കാം എന്ന് കാണിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത്,
സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനങ്ങളെ ജൈവാവശിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്ന് പറയുന്നു. അടുത്തത് വിറക്, ചാണകവറളി എന്നിവ ബയോമാസിന് ഉദാഹരണമാണ്. അടുത്തത് ഇത്തരം ഇന്ധനങ്ങൾ ഭാഗിക ജ്വലനമായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ പ്രസ്താവന ശ്രദ്ധിക്കുക. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനങ്ങളെ ജൈവാവശിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ബയോമാസ്? സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനങ്ങളെ ജൈവാവശിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്ന് പറയുന്നു. ഇനി വിറക്, ചാണക വറളി എന്നിവ ബയോമാസിന് ഉദാഹരണങ്ങളാണ്. വിറകും ചാണക വറളിയും അത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇത്തരം ഇന്ധനങ്ങൾക്ക് ഭാഗിക ജ്വലനമായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബയോഗ്യാസുമായി ബന്ധപ്പെട്ട് ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തെ, ജൈവാവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ബയോഗ്യാസ് ഉണ്ടാക്കുന്നു. അടുത്തത്, ഇതിലെ പ്രധാന ഘടകം മീഥേനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അടുത്തത്, പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന സ്ലറി നല്ല വളമാണ്. അടുത്തതാണ്, ബയോമാസിനെ ബയോഗ്യാസാക്കി മാറ്റുമ്പോൾ കൂടുതൽ കലോറി മൂല്യമുള്ള ഇന്ധനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല അന്തരീക്ഷ മലിനീകരണം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ പറഞ്ഞ പ്രസ്താവന ശ്രദ്ധിക്കുക. ജൈവാവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ ഓക്സിജന്റെ അഭാവത്തിൽ, ശ്രദ്ധിക്കണം, ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായി ബയോഗ്യാസ് ഉണ്ടാകുന്നു. ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ബയോഗ്യാസ് ഉണ്ടാകുന്നത്. ഇതിലെ പ്രധാന ഘടകം മീഥേനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ നാച്ചുറൽ ഗ്യാസിനെ പറ്റി പറഞ്ഞു, LPG കുറിച്ച് പറഞ്ഞു, ഇപ്പോൾ ഇതാ ബയോഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ബയോഗ്യാസിൽ അടങ്ങിയിട്ടുള്ളത് മീഥേനാണ്. നാച്ചുറൽ ഗ്യാസിൽ അടങ്ങിയിട്ടുള്ളത് എന്താ? അതും മീഥേനാണ്. അപ്പോൾ നാച്ചുറൽ ഗ്യാസിലും ബയോഗ്യാസിലും അടങ്ങിയിട്ടുള്ളത് മീഥേനാണ്. LPGയിൽ അടങ്ങിയിട്ടുള്ളത് ബ്യൂട്ടേനാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ മീഥേൻ മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന സ്ലറി നല്ല വളമാണ്. ബയോമാസിനെ ബയോഗ്യാസാക്കി മാറ്റുമ്പോൾ കൂടുതൽ കലോറി മൂലമുള്ള ഇന്ധനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല അന്തരീക്ഷ മലിനീകരണം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് ആ ഇന്ധനത്തിൻ്റെ കലോറി മൂല്യം. ഇതിൻ്റെ യൂണിറ്റ് എന്ത്? ഉത്തരമായിട്ട് വരുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അവിടെ ചോദ്യം ശ്രദ്ധിക്കുക. ഈ ചോദ്യത്തിൽ തന്നെ ഒരു മനസ്സിലാക്കാനുള്ള പോയിന്റ് ഉണ്ട്. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തു വിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് ആ ഇന്ധനത്തിൻ്റെ കലോറി മൂല്യം. അപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിക്കാം. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് ആ ഇന്ധനത്തിൻ്റെ കലോറി മൂല്യം. ഇതിൻ്റെ യൂണിറ്റാണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ യൂണിറ്റ് എന്താണ്? കിലോ ജൂൾ പെർ കിലോഗ്രാം. അത് പഠിച്ചു വയ്ക്കുക. അടുത്തൊരു ചോദ്യം. താഴെ ഇന്ധനങ്ങളും അവയുടെ കലോറി മൂല്യം കൊടുത്തിരിക്കുന്നു. ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് CNGയുടെ കലോറി മൂല്യം 50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അടുത്തത് ഹൈഡ്രജൻ്റെയാണ്. 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അടുത്തത് ചാണക വരളി, അതിൻ്റെ 6,000 മുതൽ 8,000 വരെ കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇനി ബയോഗ്യാസിൻ്റെ കലോറി മൂല്യം 30,000 മുതൽ 40,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം ശരിയാണ്. അപ്പോൾ ഈ ഒരു കലോറി മൂല്യം പഠിച്ചു വയ്ക്കുക. CNGയുടെ ആണെങ്കിൽ 50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതുപോലെ ഹൈഡ്രജൻ്റെ ആണെങ്കിൽ 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഹൈഡ്രജൻ്റെ നോട്ട് ചെയ്ത് വയ്ക്കുക. 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് ഹൈഡ്രജൻ്റെ കലോറി മൂല്യം. ഏറ്റവും കൂടുതൽ കലോറി മൂല്യമുള്ളത് ഹൈഡ്രജൻ ആണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത്, ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. അതുപോലെ ചാണക വരളി, അതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 6,000 മുതൽ 8,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ബയോഗ്യാസിൻ്റെ 30,000 മുതൽ 40,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കലോറി മൂല്യം. അതുപോലെ തന്നെ LPG 55,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കൽക്കരിയുടെ 25,000 മുതൽ 33,000 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. പെട്രോളിൻ്റെ കലോറി മൂല്യം 45,000 കിലോ ജൂൾ പെർ കിലോഗ്രാം. മീഥേൻ്റെ കലോറി മൂല്യം
50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ ഈ പറഞ്ഞത് നോട്ട് ചെയ്ത് വെക്കുക. LPGയുടെ 55,000 കിലോ ജൂൾ പെർ കിലോഗ്രാം, കൽക്കരിയുടെ 25,000 മുതൽ 30,000 കിലോ ജൂൾ പെർ കിലോഗ്രാം, പെട്രോളിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 45,000 കിലോ ജൂൾ പെർ കിലോഗ്രാം, മീഥേൻ്റെ 50,000 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഉയർന്ന കലോറി മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഇത് എളുപ്പം തീ പിടിക്കുന്നതും സ്ഫോടക സ്വഭാവമുള്ളതുമാണ്. അതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ സംഭരിക്കാനോ ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഉയർന്ന കലോറി മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഇത് എളുപ്പം തീ പിടിക്കുന്നതും സ്ഫോടന സ്വഭാവമുള്ളതുമാണ്. അതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനോ സംഭരിക്കുന്നതിനോ ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ പോയിൻറ്റ്സ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.